അതായത് അവർ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് അറേഞ്ച്മെന്റ്സ് ഓഫ് നമ്പേഴ്സ് ആർ നമ്പേഴ്സ് ഫോം എ ക്വസ്റ്റ്യൻ ഞാൻ അതിനകത്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഫോം എ പ്രപ്പോർഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ലയോ? ആണോ? അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ അവർ പറയുന്നത് 3, 5, 21, 72 പ്രപ്പോർഷനിലാണോ? അല്ല. അതെന്തുകൊണ്ടാണ് പ്രപ്പോർഷനിൽ അല്ലാതെ? എങ്ങനെ കട്ട് ചെയ്യുമ്പോഴാ? അതായത് 3/5 ഈസ് ഈക്വൽ ടു 21/72 ആയിരിക്കണം. അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് കിട്ടത്തില്ല? 3/5 കിട്ടത്തില്ല. അപ്പൊ ഇത് പ്രപ്പോർഷനിൽ അല്ല, അല്ലേ? അടുത്ത രണ്ടാമത്തെ എന്താ വെച്ചിരിക്കുന്നത്? 8/5 32 ആണോ? 8/5 32 8/5 ചെയ്യുമ്പോൾ 3/2 ഈസ് ഈക്വൽ ടു 3/2 ഈക്വൽ ആണോ? അല്ല, നോട്ട് ഈക്വൽ. അപ്പൊ ഇതും പ്രപ്പോർഷൻ അല്ല. അടുത്ത എന്താ? മൂന്നാമത്തെ എന്താ? 5/3 ഡിവൈഡ് അല്ല സോറി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 5 3 72 ഇതെത്ര? 21. ഇതെന്താ? 5/3 72/21 ഈക്വൽ ആണോ? അല്ല, അതും പ്രപ്പോർഷണൽ അല്ല. വെട്ടുമ്പോ ഇത് വെട്ടിക്കഴിഞ്ഞാലും 5/3 കിട്ടില്ല, അല്ലേ? അടുത്ത എന്താ? 2 3 5 8 2/3 ഈസ് ഈക്വൽ ടു 5/8 പ്രപ്പോർഷണൽ ആണോ? അല്ല, അതും പ്രപ്പോർഷണൽ അല്ല. ഇത് തമ്മിൽ ഈക്വൽ അല്ല. അപ്പൊ അതും പ്രപ്പോർഷണൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല. അടുത്ത എന്താ? നാലാമത്തെ എന്താ? 3/8 ഈസ് ഈക്വൽ ടു എത്രയാ? 12/32. ഇത് നമുക്ക് വേണം നോക്കാം, അല്ലേ? അതായത് ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് 6 വരുന്നു, 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇത് 16 വരുന്നു, വീണ്ടും 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇത് 3 വരുന്നു, ഇത് കണ്ടോ 8 കണ്ടോ? അപ്പൊ ഈ റേഷ്യോ ആയിട്ട് തുല്യമാണ് ഈ റേഷ്യോ. അപ്പൊ അത് പ്രപ്പോർഷനിലാണ്. ഓക്കെ, ഇനി അടുത്ത എന്താ? 10/15 എന്ന് പറയുന്നത് എന്താണ്? 20/30 ഈക്വൽ ആണോ നമുക്ക് നോക്കാം, അല്ലേ? 20/30 10/15 വെട്ടുമ്പോൾ എത്ര കിട്ടും? 2 വെച്ച് വെട്ടുമ്പോൾ 5 അല്ല 5 വെച്ച് വെട്ടുമ്പോൾ 2 5 വെച്ച് വെട്ടുമ്പോൾ 3. ഇതോ? ഇത് 5 വെച്ച് വെട്ടുമ്പോൾ അല്ലെങ്കിൽ 2 വെച്ച് വെട്ടുമ്പോൾ എത്ര കിട്ടും? അതായത് ഇത് രണ്ടും കട്ട് ചെയ്താൽ പോരെ, അല്ലേ? ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതും 2/3 ഇതും 2/3 കിട്ടും. രണ്ടും എന്താ? പ്രപ്പോർഷനിലാ. ഇനി എന്താ വരുന്നത്? അത്രേ ഉള്ളൂ, അല്ലേ? മനസ്സിലായോ നിരഞ്ജന്? പിന്നെ അതിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ തേർഡ് പ്രപ്പോർഷൻ, അത് എഴുതിയിട്ടുണ്ട്. അതിനകത്തെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നാലാമത്തെ ക്വസ്റ്റ്യൻ ദ മീൻ പ്രപ്പോർഷൻ ബിറ്റ്വീൻ a²/4xy ആൻഡ് x/b²y. അതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ, അതൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരെ ഉള്ളത് കിട്ടണം. ആറാമത്തെ ക്വസ്റ്റ്യൻ മുതലുള്ളത് ഞാൻ ചെയ്തു തരത്തുള്ളൂ. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരെ ഉള്ളത് എനിക്ക് മസ്റ്റ് ആയിട്ടും കിട്ടണം. സമയമെടുത്തോ, ഇന്നോ നാളെയോ എനിക്ക് അയച്ചു തന്നാൽ എനിക്ക് അത് ഞാൻ പഠിപ്പിച്ചത് എന്താണെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് ഹോംവർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വോയിസ് ഇട്ടാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അല്ലാതെ എഴുതാതെ ഹോംവർക്ക് എഴുതാതെ ഞാൻ സമ്മതിക്കത്തില്ല. മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, എല്ലാരും. സനയൊക്കെ എന്താ എഴുതാത്തെ? സന സർ, എന്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല, അപ്പം അത് ഇതിൽ കൂടെ ഞാൻ അയച്ചായിരുന്നു, പക്ഷേ അത് കിട്ടിയില്ല, പോകുന്നില്ല. ഓക്കെ, അപ്പൊ അതിപ്പോ കിട്ടിയോ? നോ സർ, അത് എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അയച്ചായിരുന്നു. അല്ല, അമ്മയുടെ ഫോണിനകത്ത് അയച്ചാലോ? ഞാൻ അമ്മയുടെ ഫോണിൽ അയച്ചു തരാം സർ. അമ്മയുടെ ഫോണിനകത്ത് അമ്മ ഓൾറെഡി നമ്പർ ആഡഡ് ആണല്ലോ, അതിനകത്ത് കാണും. ഓക്കെ, ഇനി നോക്കിയോ. ആറാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ്, ഇത് എഴുതിക്കോ, ഇവിടെ മുതൽ എഴുതിക്കോ. ഫൈൻഡ് ദ മീൻ പ്രപ്പോർഷണൽ between 6 plus root 27 and 8 minus root 48 in simplest form. എങ്ങനെ? മീൻ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ രണ്ടിന്റെ മീൻ പ്രപ്പോർഷനെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതണം? അപ്പൊ മീൻ പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ? A:(x) എന്താ? X എന്താ? B, അങ്ങനല്ലേ? ഇപ്പൊ ഇവിടെ എന്താ? 6 plus root 27 x പ്രപ്പോർഷണൽ ആണ്. എന്താണ്? X എന്താ? 8 minus root എത്രയാ? 48 ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 6 plus root 27 divided by x is equal to x by
8 മൈനസ് റൂട്ട് 48 ആണോ? ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ഇങ്ങോട്ടും ചെയ്യുമ്പോൾ എത്ര വരും? 6 പ്ലസ് റൂട്ട് 27 ഇൻറ്റു എന്താ വരുന്നു? 8 മൈനസ് റൂട്ട് 48 എന്ന് വരുന്നു. ഈസിക്കൽ എന്താ? എക്സ് സ്ക്വയർ ആണോ? ആണ്. അപ്പോൾ അവിടുന്ന് എക്സ് സ്ക്വയർ ഈസിക്കൽ നമുക്ക് എന്തെന്ന് എഴുതാം? എക്സ് സ്ക്വയർ ഈസിക്കൽ ടു 6 പ്ലസ് റൂട്ട് 27 ഇൻറ്റു എന്താണ്? 8 മൈനസ് റൂട്ട് 48 ആണല്ലോ? ആണോ? ആൻസർ നോക്കിയാൽ ഓക്കെ കിട്ടും. ഇവിടെ നോക്കിയോ, ഇനി ഇവിടെ നോക്കിയോ, ഇവിടെ ഒന്ന് എക്സ് സ്ക്വയർ ഈസിക്കൽ ടു 6 പ്ലസ് റൂട്ട് 27 ഞാൻ റൂട്ടിനകത്ത് 9 ഇൻറ്റു 3 എന്ന് എഴുതി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? റൂട്ട് 27 നമുക്ക് 9 ഇൻറ്റു 3 എന്ന് എഴുതാം. ഇൻറ്റു 8 മൈനസ് റൂട്ട് 14 ഞാൻ 12 ഇൻറ്റു 4 എന്ന് എഴുതി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു, എക്സ് സ്ക്വയർ ഈസിക്കൽ ടു 6 പ്ലസ് 9 റൂട്ട് ഉണ്ടല്ലോ, 9 റൂട്ട് എത്രയാ? 3. അപ്പൊ നമുക്ക് 3 പുറത്തിറക്കാലോ. 3 റൂട്ടിനകത്ത് പിന്നെ എന്തേ ഉള്ളൂ? 3 കഴിഞ്ഞു. ഇനി എത്രയാ ഇവിടെ? എത്രയാ? ഇൻറ്റു 8 മൈനസ് എത്രയാ? 12. എന്താണ് 4 റൂട്ട് ഉണ്ട് 2. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2 റൂട്ട് 12 എന്ന് എഴുതാം. ആണോ? ഇനി വേണമെങ്കിൽ വീണ്ടും നമുക്ക് എന്താക്കാം? വീണ്ടും ഇതിനെ എക്സ് സ്ക്വയർ ഈസിക്കൽ ടു 6 പ്ലസ് 3 റൂട്ട് 3 ഇൻറ്റു ഇവിടെ 8 മൈനസ് എന്താണ്? 2 റൂട്ട്. ഇതിനെ നമുക്ക് എന്താക്കാം? 4 ഇൻറ്റു 3 എന്നാക്കത്തില്ലയോ? ആക്കാലോ. ഓക്കെ, അപ്പൊ എന്താ? എക്സ് സ്ക്വയർ ഈസിക്കൽ ടു 6 പ്ലസ് 3 റൂട്ട് 3 ഇൻറ്റു നമുക്ക് 8 മൈനസ് 2 ഇതെന്താക്കാം? ഇവിടെ 4ന് വീണ്ടും റൂട്ട് ഉണ്ട്, പുറത്തിറക്കി 2 ഇൻറ്റു 2 റൂട്ട് 3 എന്നാക്കി. ആണോ? അങ്ങനെയാണ് നമുക്ക് എന്തെന്ന് എഴുതാം? എക്സ് സ്ക്വയർ ഈസിക്കൽ ടു 6 പ്ലസ് 3 റൂട്ട് 3 ഇൻറ്റു 8 മൈനസ് 4 റൂട്ട് 3 എന്ന് വരും. ആണല്ലോ? ഇനി എന്ത് ചെയ്താൽ മതി? ഇനിയും അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എങ്ങനെ? എക്സ് സ്ക്വയർ ഈസിക്കൽ ടു എന്തെന്ന് എഴുതാം? 6 ഇൻറ്റു 8 മൈനസ് 4 റൂട്ട് 3 പ്ലസ് 3 റൂട്ട് 3 ഇൻറ്റു എത്രയാ? 8 മൈനസ് 4 റൂട്ട് 3 ആണോ? ആണ്. അങ്ങനെയാണ് എത്ര വരും? 48 മൈനസ് 24 റൂട്ട് 3 പ്ലസ് 24 റൂട്ട് 3 മൈനസ് 12 ഇൻറ്റു 3. ശരിയല്ലേ? അതായത് ഇവിടെ എങ്ങനെ വരുന്നേ? ഇവിടെ എങ്ങനെ വരിക? ഇവിടെ എങ്ങനെ? 3 റൂട്ട് 3 ഇൻറ്റു 4 റൂട്ട് 3 എന്ന് പറയുമ്പോൾ എത്ര? 3 ഇൻറ്റു 4 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 എന്നാണ് വരുന്നത്, അല്ലയോ? ആണോ? ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 48 മൈനസ് ഇവിടെ എത്ര? ഇവിടെ എങ്ങനെ ഇത് വരുന്നത്? ഇവിടെ എങ്ങനെ വരുന്നേ? ഇവിടെ ശരിക്കും 24 റൂട്ട് 3 എങ്ങനെ വന്നത്? ഇവിടെ 6 ഇൻറ്റു 4 ഇൻറ്റു റൂട്ട് 3 എന്നാണ് വരുന്നത്. ഇവിടെ എങ്ങനെ? ഇവിടെ 3 ഇൻറ്റു 8 ഇൻറ്റു റൂട്ട് 3 എന്നാണ് വരുന്നത്, അല്ലേ? ശരിയല്ലേ? 3 ഇൻറ്റു 8 ഇൻറ്റു റൂട്ട് 3 എന്നാണ് വരിക, ആണല്ലോ? അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ 24 റൂട്ട് 3 പ്ലസ് എത്രയാ? ഇവിടെയും 24 റൂട്ട് 3. ഇവിടെ 12 റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 3. അപ്പൊ 12 ഇൻറ്റു റൂട്ട് 3 എത്രയാ? 12 ഇൻറ്റു റൂട്ട് 3 എത്രയാ? 12 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 12 ഇൻറ്റു 3 ആ. 12 ഇൻറ്റു 3 എത്രയാ? 36 ആണ്, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഇത് രണ്ടും പ്ലസ് ഇതും മൈനസ് ഇതും പോയി. ഓക്കെ, അതായത് പ്ലസ് 24 റൂട്ട് 3 മൈനസ് 24 റൂട്ട് 3 രണ്ടും പോയി. ബാക്കി എന്താ? 48 മൈനസ് 36. 48 മൈനസ് 36 എത്രയാ? 12 അല്ലേ? അപ്പൊ എക്സ് സ്ക്വയർ ഈസിക്കൽ ടു 12 കിട്ടി, ആണല്ലോ? അപ്പൊ എക്സ് ഈസിക്കൽ എത്ര കിട്ടും? എക്സ് ഈസിക്കൽ എത്ര കിട്ടും? റൂട്ട് 12 കിട്ടും. റൂട്ട് 12നെ നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം? എക്സ് ഈസിക്കൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇൻറ്റു 3 എന്ന് എഴുതാം. അങ്ങനെയാണ് എക്സ് ഈസിക്കൽ ടു 2 റൂട്ട് 3 എന്ന് എഴുതാം. ഇതായിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ചെറുതാക്കിയിട്ടുണ്ട്, എഴുതിക്കോളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം.
ദേവനാരായണന് മനസ്സിലായോ? മനസ്സിലായി. സനയ്ക്ക് മനസ്സിലായോ? നിരഞ്ജന് മനസ്സിലായോ? നിരഞ്ജ, ഇത് ഹോംവർക്ക് തരുമ്പോ മനസ്സിലായില്ല എന്ന് പറയല്ലേ. ഇപ്പം മനസ്സിലാക്കുന്ന ആയില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കുക കേട്ടോ. നിരഞ്ജൻ, ഇതൊക്കെയാണോ? നോക്കിയോ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. if three quantities are such that the first to the third ratio first to the third എന്നാണ് റേഷ്യോയിലെ first to the third is the duplicate ratio of the first to second prove that they are in continued proportion. അതായത് 3 ക്വാണ്ടിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നത് ഫസ്റ്റ് ടു തേർഡ് ഇസ് ദ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്നാ പറയുന്നത്, ആദ്യത്തേതും മൂന്നാമത്തേതും. അടുത്ത പിന്നെ എന്താ പറയുന്നത്? ഫസ്റ്റ് ടു സെക്കൻഡ്, അതെന്താ? അതും അല്ല, ഫസ്റ്റ് ടു തേർഡ് എന്ന് പറയുന്നത് ഈസ് ദ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് ഫസ്റ്റ് ടു സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ പ്രൂവ് ദാറ്റ് എന്താണ്? ദേ ആർ ഇൻ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ 3 ക്വാണ്ടിറ്റീസ് അറിയത്തില്ലെങ്കിൽ എന്തായിട്ട് എടുക്കുക? എക്സ് വൈ ഇസെഡ് ആയിട്ട് എടുക്കുക. ഓക്കെ, 3 ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് അറിയത്തില്ല. ലെറ്റ് ദ ക്വാണ്ടിറ്റീസ് ബി, ബാക്കി നിങ്ങൾ തന്നെ ആലോചിച്ചു, ഒരു 2 മിനിറ്റ് ആലോചിക്കാൻ തരാം. ലെറ്റ് ദ ക്വാണ്ടിറ്റീസ് ബി എക്സ് വൈ ആൻഡ് ഇസെഡ്. നോക്കിയോ, ശ്രദ്ധിച്ചോ. അതായത് ഇവിടെ നമുക്ക് ഇവര് പറയുന്നത് എന്താ? ഇവര് പറഞ്ഞത് വെച്ചിട്ട് ഇവിടെ 3 ക്വാണ്ടിറ്റി ഉണ്ട്, എക്സ് വൈ ഇസെഡ്. ഇത് ഒന്നാമത്തെയും മൂന്നാമത്തതിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ്
1 ഉം 2 എന്നാ പറഞ്ഞത്. ഇപ്പൊ ഒന്നാമത്തെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഈസ്റ്റു എത്രയാ? ഇസഡ്. അപ്പൊ എക്സ് ഈസ്റ്റു ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ രണ്ടാമത്തെ ഡ്യൂപ്ലിക്കേറ്റ്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ എന്താ? സ്ക്വയറാ അല്ലേ? അപ്പം എക്സ് ഈസ്റ്റു ഇസഡ് ഒന്നാമത്തെ മൂന്നാമത്തെ റേഷ്യോ എന്ന് പറയുന്നത് അല്ലെ, മൂന്നാമത്തേതും എന്ന് പറയുന്നത് ഒന്നാമത്തെ രണ്ടാമത്തെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയല്ലേ എഴുതുന്നത്. അതായത് ഇത് ഫസ്റ്റ്, ഇത് തേർഡ്, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ് അല്ലേ? ആണ്. അപ്പൊ ഫസ്റ്റും തേർഡിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നതാണ് എന്താ? ഫസ്റ്റും സെക്കൻഡും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതാലോ ഇല്ലേ? ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഇതിനെ ഇനി എന്താ ചെയ്യാം? ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? എക്സ് ബൈ ഇസഡ് ഈസിക്കൽ എത്രയാ? എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ എന്നല്ലേ? ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയോ, ഇവിടെ എക്സ് ഇൻറ്റു വൈ സ്ക്വയർ ഈസിക്കൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഇസഡ് എന്നാകത്തില്ലേ? ആണോ? അതായത് ഇതിനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി, ഇവിടെ മുകളിൽ ഒരു എക്സ് ഉണ്ട്, ഇവിടെ രണ്ട് എക്സ് ഉണ്ട്, കട്ട് ചെയ്ത് കളയുമ്പോൾ വൈ സ്ക്വയർ ഈസിക്കൽ എന്താ? എക്സ് ഇസഡ് അല്ലേ? ഓക്കെ, നോക്കിയോ, ഇവർ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഇഫ് ദേ ആർ ഇൻ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ, ഇഫ് ദേ ആർ ഇൻ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണെങ്കിലോ? കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ എന്താ കണ്ടീഷൻ? എക്സ് ഈസ് ടു വൈ പ്രൊപ്പോർഷൻ ടു വൈ ഈസ് ടു ഇസഡ് എന്നാ. ഇങ്ങനല്ലേ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ. അപ്പൊ ഇത് എഴുതുമ്പോഴോ എക്സ് ബൈ വൈ ഈസിക്കൽ എന്താ? വൈ ബൈ ഇസഡ്. ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്താ? എക്സ് ഇസഡ് ഈസിക്കൽ എന്താ? വൈ സ്ക്വയർ. കണ്ടോ? ഇങ്ങനെ എഴുതി വന്നപ്പോഴും അത് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ എഴുതി വന്നപ്പോൾ കണ്ടോ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ. കണ്ടോ? അത് തന്നെ എവിടെ വന്നിരിക്കുന്നു. ഇതാണ് ആൻസർ. പ്രൂവ് ചെയ്തു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് പോവാണ്. എഴുതിക്കോ. ഫൈൻഡ് 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 the number, find the number which when added to which when added to each of the numbers each of the numbers 15, 17, 34, 38 makes them in proportion, makes them in proportion. എന്താ വേണ്ടേ? നമുക്കറിയാം ഈ ക്വാണ്ടിറ്റീസിന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് അത് പ്രൊപ്പോർഷണൽ ആകുന്നതെന്നാ. ഏത് നമ്പർ? അപ്പൊ എല്ലാ ക്വാണ്ടിറ്റിയുടെ കൂടെ ഒരേ നമ്പർ ആയിരിക്കും ആഡ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 15 plus x, let the numbers be എന്തായിരിക്കും? 15 plus x, 17 plus x, 34 plus x, അതേപോലെ 38 plus x. ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം? 15 plus x divided by 17 plus x, which will be is equal to 34 plus x divided by 38 plus x. അല്ലയോ? ഓക്കെ, അങ്ങനെയാണ്. ഇനി എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്താൽ മതി. ഇങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുമ്പോൾ എത്ര വരും? 38 അല്ല 15 plus x into 38 plus x is equal to 34 plus x into 17 plus x. അല്ലയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ എഴുതാം? 15 into എന്താ എഴുതാം? 38 plus x plus x into എന്താ? 38 plus x എന്ന് എഴുതാം. ഈസിക്കൽ ഇവിടെ 34 into 17 plus x
പ്ലസ് എക്സ് ഇൻറ്റു എന്താ 17 പ്ലസ് എക്സ് ആണല്ലോ. 15 ഇൻറ്റു 38 ചെയ്യാം അല്ലേ. 38 15 എണ്ണഞ്ച് 40 5 15 19 8 3 0 9 8 17 3 2 5 590 590 പ്ലസ് 15x പ്ലസ് 38x പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ 34 ഇൻറ്റു 17 എന്ന് പറയുമ്പോൾ 74 28 7 3 21 2 23 4 3 8 7 3 2 5 578 578 പ്ലസ് 34x പ്ലസ് 17x പ്ലസ് എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് സ്ക്വയർ എന്ത് ചെയ്തു, ഈ എക്സ് സ്ക്വയർ എന്ത് ചെയ്തു, കട്ട് ചെയ്ത് പോയി. ബാക്കി എന്താ, ഇവിടെ 590 കിടപ്പുണ്ട് മൈനസ് 578 ഈസ് ഈക്വൽ ടു അല്ല അത് ഒന്ന് ലൈറ്റ് ടേംസിനെ അവിടെ വെച്ച് ഞങ്ങൾ ആഡ് ചെയ്യാം ആദ്യം. 2x കിടപ്പില്ലേ ഇവിടെ രണ്ട് സൈഡിലും. അപ്പൊ ഇത് 590 പ്ലസ് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 43x എന്ന് കിട്ടും ആണോ. ഈസ് ഈക്വൽ ടു 578 പ്ലസ് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 51x എന്ന് കിട്ടും ആണോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി 578 ഇങ്ങോട്ട് കൊണ്ടുവരാം, 43 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എത്രയാ, 590 മൈനസ് 578 ഈക്വൽ ടു എത്രയാ, 51x മൈനസ് 43x. അങ്ങനെയാണെങ്കിൽ നമുക്ക് 590 മൈനസ് 578 എന്ന് പറയുന്നത് എത്രയാ, 22 വരും അല്ലെ. 78 അല്ല 78 ആൻസർ എന്താണ് നോക്കി, 78 28 12 ആകുന്നു. 12 4 4 ആണ് ആൻസർ. ഇവിടെ എടുത്ത് എഴുതി 590 എന്ന് എഴുതി. കേട്ടില്ല, 43 ആണ് 53 ആണ്. ഇത് 53 ആ. കറക്റ്റായി. ഇത് 590 അല്ല 570. ഓക്കെ, ഇത് 43 അല്ല 53 ആണ്, കാരണം 38ഉം 15ഉം ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 570 ഇങ്ങനെ വരുന്നു. അതേപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ 51 മൈനസ് എന്തെന്ന് വരുന്നു, 53x എന്നാ വരിക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടുന്നത്, -8 ആണ് കിട്ടുന്നത്. ഇവിടെ -8, ഇവിടെ നമുക്ക് -8 കിട്ടുന്നു. ഈസിക്കൽ എത്രയാ, -2 കിട്ടുന്നു, 2x അല്ലേ. മൈനസ് മൈനസും പോയി. അപ്പൊ x ഈസിക്കൽ എത്രയാ, 8/2 കിട്ടുന്നു. അതായത് 4. ഇങ്ങനൊക്കെ മിസ്റ്റേക്സ് വരാൻ കേട്ടോ. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്യാവേ. അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ഹോംവർക്ക്, അതായത് ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് എഴുതിയെടുത്തോ. ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് എഴുതിയെടുത്തോ. വാട്ട് നമ്പർ must be added to each of the numbers 6, 15, 20 and 43 to make them proportional. ഇത് എഴുതിയെടുത്തോ, them proportional. ഇത് ഹോംവർക്ക്. ഇതേപോലെ തന്നെ ചെയ്താൽ വേറെ ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. നമുക്ക് ചെയ്യാനുള്ള അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ചെയ്യാനുള്ള അടുത്ത ക്വസ്റ്റ്യൻ, if b
is the mean proportion mean proportional between A and C. Prove that PT എന്നാണ് prove that A square minus B square plus C square divided by A raised to minus 2 minus B raised to minus 2 plus C raised to minus 2 is equal to B raised to 4. ആലോചിച്ചോ എന്താ ചെയ്യാൻ പറ്റുന്നത്? മീൻ ബി എന്ന് പറയുന്നത് എയുടെയും സിയുടെയും മീൻ പ്രപ്പോർഷൻ ആണെന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ എഴുതിയിരിക്കുന്നത് ആദ്യം ഒന്ന് എഴുതി. ഐഡിയ ഇല്ല. ഇവിടെ നോക്കിയോ, എല്ലാരും ശ്രദ്ധിച്ചോ പറഞ്ഞുതരാം. ബി ഈസ് ദ മീൻ പ്രപ്പോർഷൻ ബിറ്റ്വീൻ എ ആൻഡ് സി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? എ ഈസ് ടു ബി പ്രപ്പോർഷണൽ ടു ബി ഈസ് ടു സി എന്ന് അതിനർത്ഥം. ശരിയല്ലേ? അതായത് ഇത് മീൻ ചെയ്യുന്ന ഇതാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എങ്ങനെ എഴുതാം? എ ബൈ ബി ഈസ് ഈക്വൽ ടു എന്താ? ബി ബൈ സി എന്ന് എഴുതാം. അവിടെ നിന്ന് എന്ത് എഴുതാം? ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? എ സി ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് എഴുതാം. അതായത് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി. ഇതവിടെ കിടക്കുന്നത്. ഇനി നമുക്ക് വേണ്ട സംഭവം എന്താണെന്നറിയാമോ? നമുക്ക് വേണ്ട സംഭവത്തെ ഞാൻ ഒന്ന് എന്ത് ചെയ്യാൻ പോവാ? ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണ്. നമുക്ക് വേണ്ട സംഭവത്തെ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണ് നോക്കിയോളൂ. ഞാനിവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതല്ലേ, അതിനെ ഞാൻ എന്താക്കാൻ പോവാന്നറിയോ? ഞാൻ ജസ്റ്റ് ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാൻ പോകും. ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുമ്പോൾ ബി റേസ് ടു 4 ഇൻറ്റു എന്താ എ റേസ് ടു മൈനസ് 2 മൈനസ് ബി റേസ് ടു മൈനസ് 2 പ്ലസ് സി റേസ് ടു മൈനസ് 2 ആണല്ലോ. അപ്പം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഈസിക്കൽ ടു ഇതാന്ന് പ്രൂവ് ചെയ്താലും മതി അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്താ, നമുക്ക് ഈ ബി സ്ക്വയർ ഇതിനെ അകത്തോട്ട് കയറ്റുകയാണ്. എന്താ, അകത്തോട്ട് ഓരോന്നുമായിട്ട് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, അങ്ങനെ എന്ത് വരും? ബി റേസ് ടു 4 ഇൻറ്റു എന്താ, എ റേസ് ടു മൈനസ് 2 മൈനസ് ബി റേസ് ടു 4 ഇൻറ്റു എന്താ, ബി റേസ് ടു മൈനസ് 2 പ്ലസ് സി എന്താണ്, ബി റേസ് ടു 4 ഇൻറ്റു എന്താ, സി റേസ് ടു മൈനസ് 2 ആണല്ലോ. അടുത്ത സ്റ്റെപ്പില് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ എ റേസ് ടു മൈനസ് 2 ഞാൻ ബൈ എ സ്ക്വയർ എന്നാക്കാമല്ലോ. നമുക്കറിയാം 1 ബൈ എ സ്ക്വയറിനെയാണ് നമ്മൾ എ റേസ് ടു മൈനസ് 2 എന്നാക്കുന്നത്. അപ്പൊ എ റേസ് ടു മൈനസ് 2 തിരിച്ചെന്താക്കാം? 1 ബൈ എ സ്ക്വയർ എന്നാക്കാം. അപ്പൊ നോക്കിയേ, ബി റേസ് ടു 4 ഇൻറ്റു എന്താ, 1 ബൈ എ സ്ക്വയർ മൈനസ് ബി റേസ് ടു 4 ഇൻറ്റു എന്താ, 1 ബൈ ബി സ്ക്വയർ പ്ലസ് ബി റേസ് ടു 4 ഇൻറ്റു എന്താ, 1 ബൈ സി സ്ക്വയർ. ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി നമ്മൾ ചെയ്യുന്നത് നോക്കിയോ, ശ്രദ്ധിച്ചോളൂ, ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചോളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? ഇതിനെ നമുക്ക് ബി റേസ് ടു 4 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എന്ന് എഴുതാം, മൈനസ് ബി റേസ് ടു 4 ഡിവൈഡ് ബൈ ബി സ്ക്വയർ എന്ന് എഴുതാം, പ്ലസ് ബി റേസ് ടു 4 ബൈ സി സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ? ഇൻറ്റു ചെയ്യുമ്പോൾ 1 ആയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ ഇങ്ങനെ വരും. ഇവിടെ ഈ ബി സ്ക്വയറും ബി റേസ് ടു 4 രണ്ടെണ്ണം വെട്ടിക്കളയുമ്പോൾ ബാക്കി ബി സ്ക്വയറേ ഉള്ളൂ അല്ലേ? അങ്ങനെ ബാക്കി എന്തെന്ന് വരും? ബി റേസ് ടു 4 ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് ബി റേസ് ടു 4 ഡിവൈഡ് ബൈ സി. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യാൻ പോകുന്നറിയോ? ബി സ്ക്വയറിനെ ഞാൻ ഇവിടെ കൊണ്ട് കൊടുക്കാൻ പോകും. എവിടെ കൊണ്ട് കൊടുക്കാൻ പോകും? അതായത് ബി സ്ക്വയറിന്റെ വാല്യൂ തന്നെ ഇതിനകത്ത് കൊടുക്കാൻ പോകും. പക്ഷെ ഇവിടെ ബി സ്ക്വയർ അവിടെ കിടക്കുന്നേ ഉള്ളൂ. ബി സ്ക്വയറിനെ ഞാൻ കൊടുക്കുന്നില്ല. ബി റേസ് ടു 4 പകരം ഞാൻ ഈ വാല്യൂ കൊടുക്കാൻ പോകും. അപ്പൊ നോക്കിയോ, ബി റേസ് ടു 4 ബി സ്ക്വയർ എ സി ആണെങ്കിൽ ബി റേസ് ടു 4 എന്തായിരിക്കും? അതായത് ബി സ്ക്വയർ ആണ് എ സി. അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണ് എന്ത്, ബി റേസ് ടു 4 എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും? എ സി ദ ഹോൾ സ്ക്വയർ ആവും. അതായത് എ സ്ക്വയർ സി സ്ക്വയർ ആവും. ഇതിനെ നേരെ കൊണ്ട് തന്നെ ഇവിടെ കൊണ്ട് കൊടുക്കാൻ പോവാം. എവിടെ? അതിനകത്ത് കൊണ്ട് കൊടുക്കാൻ പോവാം അല്ലേ? എ സ്ക്വയർ സി സ്ക്വയർ.
അങ്ങനെ കൊടുക്കുമ്പോൾ b⁴ നമുക്ക് a²c² എന്ന് കൊടുക്കാം, മൈനസ് ഇവിടെ b² തന്നെ പ്ലസ് ഇവിടെ a²c² എന്ന് കൊടുക്കാം. എവിടെ a² അല്ലേ? ഓക്കെ, അങ്ങനെയാണ് നോക്കി ഈ a² വെട്ടിപ്പോ ബാക്കി എന്ത് വന്നു? c². ഈ c² വെട്ടിപ്പോ ബാക്കി എന്ത് വന്നു? അവിടെ a² മൈനസ് b² പ്ലസ് എന്താ a². ലെഫ്റ്റ് സൈഡിൽ എന്തായിരുന്നു മക്കളെ? എന്തായിരുന്നു? a² മൈനസ് b² പ്ലസ് c². ശരിക്കും ഇത് രണ്ട് സെയിം അല്ലേ? കാരണം എന്താ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇത് പ്ലസും ഈ c² പ്ലസ് ആ, വേണമെങ്കിൽ a² മുമ്പിൽ എഴുതിയിട്ട് മൈനസ് b² പ്ലസ് c². അപ്പൊ കണ്ടോ, a² മൈനസ് b² പ്ലസ് c². LHS ഈക്വൽ എന്താ? RHS. അപ്പൊ അത് പ്രൂവ് ആയി. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഇതിന്റെ 10ാമത്തെ ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യനും 12ാമത്തെ ക്വസ്റ്റ്യനും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ 12ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വേണേൽ ചെയ്തു തരാം കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക, ട്രൈ ചെയ്യുക. ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ ട്രൈ ചെയ്താലേ വിടത്തുള്ളൂ. പിന്നെ 13ഉം എളുപ്പം. അപ്പൊ ഞാൻ ആ ഹോംവർക്ക് ഇടാം. എന്നിട്ട് നമ്മൾ മറ്റേ അടുത്ത ടോപ്പിക്കിലേക്ക് കയറുകയാണ്. ഇപ്പൊ ഇട്ടിരിക്കുന്നതിനകത്ത് 10ഉം 11ഉം ചെയ്യാം. അതേപോലെ തന്നെ 13ഉം ചെയ്യാം. ഹോംവർക്ക് ഇട്ടിട്ടുണ്ട്. 10ഉം 11ഉം ഹോംവർക്ക്, അതേപോലെ തന്നെ 13ഉം ഹോംവർക്ക്. ഒക്കെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലാതെ ഒന്നുമില്ല. എല്ലാം നമ്മൾ ചെയ്യിച്ച മോഡൽ തന്നെയാണ്. ഇത് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. അതായത് എഴുതിക്കോ, ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ, ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇത് എഴുതിയോ നിരഞ്ജൻ, സന, ദേവനാരായൺ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. If B is the mean proportion,
mean proportion mean proportion between mean proportion between A and C show that A B C A plus B plus C the whole cube is equal to AB plus BC plus CA the whole cube ആണ് പ്രൂവ് ചെയ്യുക. നോക്കിക്കോ, അതായത് ബി മീൻ പ്രപ്പോർഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എ ഈസ് ടു ബി പ്രപ്പോർഷണൽ ടു ബി ഈസ് ടു എന്താ? സി ആണ്, ആണല്ലോ, ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ എഴുതാം? എ ബൈ ബി ഈസിക്കൽ ടു എന്താ? ബി ബൈ സി. ഇതിങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ എന്താ? എ സി ഈസിക്കൽ ടു എന്താ? ബി സ്ക്വയർ. അതായത് ബി സ്ക്വയർ ഈസിക്കൽ ടു എ സി എന്ന് കിട്ടി. ഇനി നമുക്ക് ഇത് എന്തിനാന്ന് പ്രൂവ് ചെയ്യണം? ഇതാണ് പ്രൂവ് ചെയ്താൽ മതി. സിമ്പിളാ, ഇത് മാത്രം എടുത്താൽ മതി. എൽ എച്ച് എസ് എടുക്കുന്നു. എൽ എച്ച് എസ് എന്താ? എ ബി സി ഇൻറ്റു എന്താ? എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ ക്യൂബ്. ഇവിടെ ശ്രദ്ധിക്കണം ആരോ. ഓക്കെ, ഇവിടെ ഞാൻ ഇതിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ കൊടുക്കുകയാണ്. അതായത് ഇവിടെ ഒന്ന് ബി സ്ക്വയർ ഈസിക്കൽ എ സി എന്ന് പറഞ്ഞതിന് പകരം ബി സ്ക്വയർ ബൈ സി ഈസിക്കൽ ടു എന്ന് എഴുതാലോ. സീനെ ഞാൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്തതിന്റെ താഴോട്ട് കൊണ്ടുവന്നാൽ മതി, അല്ലേ? എന്നിട്ട് ഞാൻ ഈ എക്ക് പകരം ഇത് ഇവിടെ കൊണ്ട് കൊടുക്കാം. ഏതാ? അപ്പൊ നമുക്ക് എന്ത് വരും? ബി സ്ക്വയർ ബൈ സി ഇൻറ്റു ബി സി ഈസിക്കൽ ടു എന്താ? എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ ക്യൂബ്, ഇല്ലേ? ഈ സി സി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ? ബി ക്യൂബ് ഇൻറ്റു എന്താ? ബി ക്യൂബ് ഇൻറ്റു എന്താ? എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ ക്യൂബ്, അല്ലേ? ഇപ്പൊ എൽ എച്ച് എസ് കിട്ടി, ഒരു ഇത് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനി നമുക്ക് ആർ എച്ച് എസ് കണ്ടുപിടിക്കണം, അല്ലേ? എഴുതിക്കേ.
ഓക്കെ, നോക്കിയോ ഇവിടെ പക്ഷെ നിങ്ങളെ പഠിപ്പിക്കാത്ത ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നോക്കാം, എന്തായാലും നോക്കാം. അത് നോക്കിയോ, ഇവിടെ എ ബി പ്ലസ് ബി സി പ്ലസ് സി എ, ആർ എച്ച് എസ് ഇതല്ലേ, ആർ എച്ച് എസ് ഈസിക്കൽ എന്താ, എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ദ ഹോൾ ക്യൂബ് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എ ബി പ്ലസ് ബി സി പ്ലസ് സി എക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം, ബി സ്ക്വയർ കൊടുക്കത്തില്ലേ. അപ്പൊ ബി സ്ക്വയർ ദ ഹോൾ ക്യൂബ് എന്നാവും, ആണോ, ആണ്. ഇവിടെ ഒരു കാര്യം ആലോചിച്ചോണം, ഇതൊരു കാര്യം ബൈഹാർട്ട് ചെയ്ത് വെച്ചോണം. ഇവിടെ ഒന്ന് ബി ക്യൂബ് ഞാൻ പുറത്തെടുക്കണം എങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് എ വരും, ഈ ഭാഗത്ത് സി വരും, ഈ ഭാഗത്ത് ബി വരും എന്നുള്ള കാര്യം ഓർത്തോണം. ഇത് നിങ്ങളെ പഠിപ്പിക്കാത്ത ഒരു സാധനമാണ്, പഠിക്കാനുണ്ട്, പഠിക്കാം. ഓക്കെ, ഇവിടെ ഒന്ന് ബി ക്യൂബ് ഞാൻ പുറത്തെടുക്കുവാണെങ്കിൽ എന്താ, കാരണം ഇതിനെല്ലാം ക്യൂബ് ഉണ്ട്, ഇതിനെ ഒരു ഇക്വേഷൻ ഉണ്ട്, എ പ്ലസ് ബി പ്ലസ് സി ഹോൾ ക്യൂബ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കോണം, ഇവിടെ ബിയും ഇവിടെ ബിയും ബി, ഇത് നോർമലി നിങ്ങൾ എന്താ പുറത്തെടുക്കാൻ പോകുന്നത്, എന്തായിരിക്കും പുറത്തെടുക്കാൻ പോകുന്നത്, നിങ്ങൾ ഇവിടെ നിന്ന് ബി ആയിരിക്കും പുറത്തെടുക്കാൻ പോകുന്നത് അല്ലേ. പക്ഷെ അങ്ങനല്ല, ഇവിടെ കണ്ടോ ഹോൾ ക്യൂബ് കിടപ്പുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ബി ക്യൂബ് പുറത്തെടുക്കുക, അങ്ങനെ എ പ്ലസ് ബി പ്ലസ് സി എന്ന് കിട്ടും. ഇത് തന്നെയല്ലേ ബി ക്യൂബ്, ഈ ഹോൾ ക്യൂബ് ഉണ്ട്, ഹോൾ ക്യൂബ് ഉണ്ട്. ബാക്കി എന്താ, ബാക്കി എന്താ, ബി ക്യൂബ് ഈസിക്കൽ എന്താ, നമുക്ക് കൃത്യമായിട്ട് എഴുതാം, എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ ക്യൂബ്. ഇത് തന്നെ അല്ലായിരുന്നോ എൽ എച്ച് എസ്, ഇത് തന്നെ അല്ലായിരുന്നോ ആർ എച്ച് എസ്. അപ്പൊ ഇത് രണ്ടും എൽ എച്ച് എസ് ഈസിക്കൽ ആർ എച്ച് എസ് എന്ന് പ്രൂവ് ചെയ്തില്ല. സർ ലാസ്റ്റ് പറഞ്ഞു സി എ ബി സ്ക്വയർ ആണെന്ന് പറഞ്ഞുതരാം ഒന്നുകൂടെ, സി എ ബി സ്ക്വയർ ആണെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാമോ. നേരത്തെ കണ്ടുപിടിച്ച് വെച്ചാൽ ബി സ്ക്വയർ ഈസിക്കൽ ടു എ സി എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് വെച്ചില്ലേ. ഓക്കെ സർ. അപ്പൊ അത് സി എ ആണല്ലോ, സി എ ബി സ്ക്വയർ തന്നെ. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഹോംവർക്ക് ചെയ്യാനുള്ള ഹോംവർക്ക് ചെയ്യാം. ബാക്കി ഞാൻ ഈ ആൾട്ടർനേറ്റോ കോമ്പൗണ്ടന്റോ ഡിവിഡന്റോ ആ ഒരു ഇത് പഠിപ്പിക്കുകയാണ്. എഴുതിക്കോ, കോമ്പോണന്റോ ഡിവിഡന്റോ ആൾട്ടർനന്റോ ഇൻവെർട്ടന്റോ പ്രോപ്പർട്ടീസ് ആൻഡ് their കോമ്പിനേഷൻ. കോമ്പോണന്റോ ഡിവിഡന്റോ ആൾട്ടർനന്റോ ആൻഡ് ഇൻവെർട്ടന്റോ properties and their combination and their combination. ആദ്യം കോമ്പോണന്റോ, ഹെഡിങ് സബ് ഹെഡിങ് കോമ്പോണന്റോ. കോമ്പോണന്റ് എന്താണെന്ന് അറിയാമോ, എ ഈസ് ടു ബി പ്രൊപ്പോർഷണൽ ടു സി ഈസ് ടു ഡി ആണെങ്കിൽ കോമ്പോണന്റോ എന്ന് പറയുന്ന പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എ പ്ലസ് ബി ഈസ് ടു ബി എന്നും പ്രൊപ്പോർഷണൽ ടു സി പ്ലസ് ഡി ഈസ് ടു ഡി എന്ന് എഴുതാം. അതായത് ഒന്നാമത്തെ രണ്ടാമത്തെയും കൂടെ ആഡ് ചെയ്തിട്ട് ഈസ് ടു രണ്ടാമത്തേത്, മൂന്നാമത്തെ നാലാമത്തെയും കൂടെ ആഡ് ചെയ്തിട്ട് ഈസ് ടു നാലാമത്തേത്, ഇങ്ങനെ എഴുതാം. if ഇത് എഴുതിക്കോ, if then. പഠിച്ചോണേ. അടുത്തത് ഡിവിഡന്റോ, if a is to b proportional to c is to d, then നമ്മുടെ ഡിവിഡന്റോ മെത്തേഡ് വെച്ചിട്ട് then a minus b is to b proportional to c minus d is to d എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും.
ക്ലിയർ? അടുത്തത് ഇൻവേർട്ടൻഡോ. ഇൻവേർട്ടൻഡോയ്ക്കകത്ത് ഇഫ് എ ഈസ് ടു ബി പ്രൊപ്പോർഷണൽ ടു ബി ഈസ് ടു സി ഈസ് ടു ഡി ആണെങ്കിൽ ദെൻ ഇൻവേർട്ടൻഡോ വെച്ചിട്ട് നമുക്ക് തിരിച്ചെഴുതാം. എങ്ങനെയാ? ബി ഈസ് ടു എ പ്രൊപ്പോർഷണൽ ടു ഡി ഈസ് ടു സി. ഓക്കെ ആണോ? അതായത് ഇൻവേർട്ട് ചെയ്തു, തിരിച്ചു. അതേപോലെ തന്നെ ആൾട്ടർനൻഡോ. if A is to B proportion to C is to D. ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആൾട്ടർനേറ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ എയും സിയും ആൾട്ടർനേറ്റ് പൊസിഷൻ, ബിയും ഡിയും ആൾട്ടർനേറ്റ് പൊസിഷൻ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? A is to C, then A is to C proportion to എന്താണ്? C is to D. Sorry, B is to D. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് എന്നാൽ ഇങ്ങനെ ഇന്ന് നടത്താം. നാളെ ഞാൻ ക്ലാസ് വെച്ചിട്ടില്ലല്ലോ, ഉണ്ടോ? നാളെ ഞാൻ നോക്കട്ടെ മാത്സ് 6 മണിക്ക് എടുക്കാൻ പറ്റുമോ. കാരണം നാളെയും കൂടി ഇതൊന്ന് എടുക്കാമേ, കേട്ടോ. അതായത് എനിക്ക് 3 ദിവസം കെമിസ്ട്രി എടുക്കാം, കേട്ടോ. ഇതും കൂടെ ഇതല്ലേ ഉള്ളൂ, ഇനി വേറെ ഒന്നും ഇല്ലല്ലോ, വേർഡ് പ്രോബ്ലം കൂടെ അല്ലേ ഉള്ളൂ. ഓക്കെ മക്കളെ, ഇത് ഓക്കെ ആണോ? നിരഞ്ജൻ ഓക്കെ ആണോ? സന ഓക്കെ ആണോ?